ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊച്ചിയിലുള്ള മൂത്തേടം മരട് വിശുദ്ധ മേരി മഗ്ദലിൻ്റെ ദേവാലയമാണ്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇവിടെ പോയിരുന്നു. വേറൊന്നിനുമല്ല, ഇവിടെ ഒരു പുണ്യാളച്ചൻ കിടന്നുറങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുമൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. വിചിത്രമായ ഒരു അനുഭവം. ഇതാണ് സെയിൻറ്റ് മേരി മഗ്ദലന ചർച്ച്, മഗ്ദലന മേരിയുടെ ചർച്ച്. അതായത് യേശുവിൻ്റെ പാദത്തിലിരുന്ന് തൈലൊക്കെ പൂശി 7 പിശാചുക്കളെ ഈശോ പുറത്താക്കിയല്ലോ. ലാസറിൻ്റെ പെങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മേരി മഗ്ദലന. ഇതാണ് ആ പള്ളി. ഇവിടെ ഒരു പുണ്യാളച്ചൻ വിശ്രമിക്കുന്നുണ്ട്. ഈ പള്ളിയിലല്ല വിശ്രമം, അതിന് വേറൊരു പേരുണ്ട്. സിമിത്തേരി കപ്പേള എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലാണ് അച്ഛൻ ഇപ്പോൾ വിശ്രമിക്കുന്നത്. വലിയ പുണ്യാളനാണ്, ദേവദാസൻ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നു. പക്ഷെ സ്വർഗത്തിൽ അദ്ദേഹം പുണ്യാളൻ തന്നെയാണ്. കുറേയേറെ കഷ്ടപ്പാടുകളും സഹനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ഒരു വിശുദ്ധ ആത്മാവാണ് ജോർജ് വാകയിലച്ചൻ, ദേവദാസനായ ജോർജ് വാകയിലച്ചൻ. നല്ല രസമാണ് ഈ കഥ കേൾക്കാൻ. കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ. ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാനാകും എന്ന് അച്ഛൻ്റെ ജീവചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ് നവംബർ 4. പാവങ്ങളെ സഹായിക്കാനും അതുപോലെ തന്നെ പൈസ കടം കൊടുക്കാനും, പൈസ ഇല്ലെങ്കിൽ അത് ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാനും ഒക്കെ നല്ല മിടുക്കായിരുന്നു. അങ്ങനെ വാങ്ങിക്കൊടുത്തതിൽ പലരും പറ്റിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛന് സങ്കടവും ദേഷ്യവും തോന്നിയിട്ടുണ്ടത്രേ. എന്തായാലും വലിയ സഹനം ഒളിച്ചു വെച്ച് 2 കാലിൻ്റെയും ഉൾത്തുടകളിലുണ്ടായിരുന്ന പഴുപ്പ് അത് മറച്ചു വെച്ച് സഹനമേറ്റെടുത്ത് എങ്ങനെയൊക്കെ കർത്താവ് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് തിടുക്കം കാണിച്ച ഒരു പുണ്യാത്മാവ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനിവിടെ ചെല്ലുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അന്ന് എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചുറ്റി കണ്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ സിമിത്തേരി കപ്പേള എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ പോകും ദൈവമേ, അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അവിടുത്തെ കൈക്കാരന്മാരും മറ്റും കാണുകയുണ്ടായി. അവരെല്ലാവരും വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂട്ടായി ഒരു മാലാഖയെ പറഞ്ഞയച്ചു. ഈ സിമിത്തേരി കപ്പേള നോക്കി പരിപാലിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞത്. ഇതാണ് ദേവദാസൻ ജോർജ് വാകയിലച്ചൻ. അച്ഛൻ്റെ ചരിത്രവും അച്ഛൻ കിടന്നുറങ്ങുന്ന സ്ഥലവുമൊക്കെ കാണാൻ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോയത്. ഇത് മഗ്ദലന മേരി ചർച്ചാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ വലിയ തിരക്കിലായിരുന്നു എല്ലാവരും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം വരും, അല്ലേ? എത്ര വലിയ പാപിയാണെങ്കിലും, നിൻ്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും ഞാനത് തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അനുതപിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ടുള്ള അനുതാപം വേണം എന്ന് മാത്രം. ഇവർ എന്നെ ഞങ്ങളെ കണ്ട് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങൾക്ക്
എല്ലാം പറഞ്ഞു തരാനുള്ള ഒരു സന്മനസ് കാണിച്ചു. അന്ന് അവിടെ വികാരിയച്ഛൻ കുറച്ച് തിരക്കായിരുന്നു. വാഗയിലച്ഛനാണ് ഈ പള്ളിയൊക്കെ പുതുക്കി പണിതത്. ഇവിടെ ഞങ്ങൾ കുറേ സഹോദരന്മാരെ പരിചയപ്പെട്ടു. ഇവരെല്ലാം അവിടെ കൈക്കാരന്മാരും മറ്റുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എല്ലാവരും 1-2 പേരൊക്കെ ഗവൺമെൻറ് റിട്ടയേർഡ് ഓഫീസേഴ്സാണ്. അങ്ങനെ ഇവർ ജോസഫേട്ടൻ എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾക്ക് വാഗയിലച്ഛനെ കുറിച്ചൊക്കെ ആൾ പറഞ്ഞു തരികയായിരുന്നു. ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് പള്ളിയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ വാഗയിൽ തറവാട് നിലനിന്നിരുന്നത്. വാഗയിൽ കുടുംബത്തിലെ പൈലി ഫ്രാൻസിസ്കോ എന്ന ദമ്പതികളുടെ പുത്രനായിട്ടാണ് നമ്മുടെ വാഗയിലച്ഛൻ ജനിക്കുന്നത്. ഒരു മൂത്ത സഹോദരനും ഒരു സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോസഫേട്ടൻ ഞങ്ങൾക്ക് ഹിസ്റ്ററി ബുക്കൊക്കെ തന്നു. എവിടെയും വാഗയിലച്ഛൻ്റെ ഓർമ്മ ഉണർത്തുന്ന രീതിയിൽ അച്ഛൻ്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടു. അന്ന് വികാരിയച്ഛൻ അവിടെ യാത്ര പോയിരിക്കുക. അതുകൊണ്ട് അസിസ്റ്റൻ്റ് വികാരിയച്ഛനാണ്. ആ അച്ഛനാണെങ്കിൽ ഓടി നടക്കുകയായിരുന്നു. ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വാഗയിലച്ഛൻ്റെ മാമോദീസായും മറ്റു കുദാശകളുമൊക്കെ ഇടവകപ്പള്ളിയായ സെൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വെച്ചാണ് സ്വീകരിച്ചത്. 7 വയസ്സായപ്പോൾ വാഗയിലച്ഛൻ്റെ അമ്മ മരിച്ചു. അതുകൊണ്ട് അമ്മയുടെ ലാളനയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വാഗയിലച്ഛൻ്റെ പുസ്തകം കണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വാഗയിലച്ഛൻ്റെ ഫോട്ടോയും ജീവചരിത്രവുമൊക്കെ. ഇതുപോലെയൊക്കെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാ സഹനങ്ങളും നിശബ്ദമായിട്ട് വാഗയിലച്ഛൻ സഹിക്കുമത്രേ. ജോസഫേട്ടൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി പുസ്തകങ്ങളൊക്കെ തന്നു വാഗയിലച്ഛനെ പരിചയപ്പെടുത്താൻ വേണ്ടി. വാഗയിലച്ഛൻ്റെ ചരിത്രത്തിൽ പറയുകയാണ്, അമ്മ മരിച്ചത് അത് ഒരു വലിയ കാരണമായി. എന്തിനാണെന്നോ, കുടുംബ ബന്ധങ്ങളിൽ നിന്നും മറ്റു ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു വലിയ കൃപ അമ്മയുടെ വിയോഗത്തിലൂടെയാണത്രേ കിട്ടിയത്. നമുക്കറിയാലോ, അമ്മയാണല്ലോ എല്ലാവരുടെയും എല്ലാം. അമ്മ പോയാൽ പിന്നെ ബാക്കി ആര് പോയാലും ഒരു ബന്ധമില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് സാധാരണഗതിയിൽ. ഇന്ന് മറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും അമ്മമാരോടാണ് വൈരാഗ്യം. അത് ഈ അടുത്ത നാളുകളിൽ ഞാൻ മനസ്സിലാക്കി. എല്ലാ ന്യൂ ജെൻ കുട്ടികൾക്കും അമ്മയാണ് ശത്രു. കാരണം അമ്മയാണ് മൊബൈൽ കാണരുതെന്ന് പറയുക, അമ്മയാണ് നന്നായി ജീവിക്കാൻ പറയുക, കൊന്ത ചൊല്ലാൻ പറയുക. അപ്പം അമ്മയോട് വൈരാഗ്യം. വാഗയിലച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് മുൻപും പിൻപുമുള്ള ദിവസങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള പ്രസരിപ്പായിരുന്നത്രേ വാഗയിലച്ഛന്. എന്തൊക്കെയോ നേടിയതുപോലെ കുതിച്ച് ചാടുകയാണ് എന്നാണ് അച്ഛൻ്റെ സഹപാഠിയായിരുന്ന ക്ലാസ്മേറ്റായിരുന്ന ഫാദർ അഗസ്റ്റിൻ കുറ്റിക്കൽ പറയുന്നത്. ഈ ഗോതിരുത്ത് പള്ളിയിലാണ് അസിസ്റ്റൻ്റായിട്ട് ആദ്യം അച്ഛൻ നിയമിച്ചത്. അതിനുശേഷമാണ് നല്ലിടയൻ്റെ പള്ളിയിലേക്കും പിന്നെ കുറിച്ചി പള്ളിയിലേക്കും മിഷണറി വൈദികനായിട്ട് നിയമിതനായത്. ആത്മാക്കളുടെ രക്ഷയെ പ്രതി അത്യധികം പരിശ്രമിച്ച ഒരു മാതൃകാ പ്രേക്ഷിത വര്യനായിരുന്നു ഫാദർ ജോർജ് വാഗയിൽ. പാവങ്ങളോട് വലിയ കരുണ കാണിച്ചിരുന്നൊരു മനുഷ്യൻ. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കുന്നും മലയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമുള്ള പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു രോഗിയെ സന്ദർശിച്ച് അന്ത്യകുദാശ കൊടുക്കാൻ പോയി അത്രേ. സൈക്കിളിലായിരുന്നു യാത്ര. ഒരു കുന്നിൻ ചെരുവിൽ വെച്ച് സൈക്കിളിൽ നിന്ന് തെറിച്ച് ഒരു കുറ്റിക്കാട്ടിൽ വീഴാനിടയായി. അല്പസമയം ബോധരഹിതനായി കിടന്നു. ആരും കൂട്ടുണ്ടായിരുന്നില്ല.
പിന്നീട് അവിടെ കടന്നുപോയ യാത്രക്കാരാണ് ഈ അച്ഛൻ പ്രജ്ഞയറ്റ് കിടക്കുന്നത് കണ്ട് താങ്ങി എഴുന്നേൽപ്പിച്ച് പള്ളിമേടയിലേക്ക് എത്തിച്ചത്. അന്ന് ഒരു ദിവസത്തെ ചികിത്സയും വിശ്രമവും കൊണ്ട് ആ വിഷമഘട്ടം തരണം ചെയ്തു എങ്കിലും അന്നത്തെ ആ വീഴ്ചയുടെ പരിണതഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണഹേതുവായ രോഗം എന്നായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം. ദരിദ്രരും ആലംബഹീനരുമായ തൻ്റെ ആത്മീയ മക്കളെ തീറ്റി പോറ്റേണ്ടതും രോഗികളെ ചികിത്സിപ്പിക്കേണ്ടതും അന്തിയുറങ്ങാൻ കിടപ്പാടമില്ലാത്തവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കേണ്ടതും സർവോപരി അവരെ ദൈവിക മാർഗങ്ങളിൽ കൂടി നയിക്കേണ്ടതും ഒരു മിഷനറിയുടെ കടമയാണ്. ആ കടമകൾ സന്തോഷം നിറവേറ്റിയ ഒരു യുവ വൈദികനാണ് ജോർജ് വാഗേൽ അച്ഛൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മൂലം അദ്ദേഹം തീരെ ക്ഷയിച്ചു പോയി. ഇത് ഇടവകപ്പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി അച്ഛനാണ്. അച്ഛന് നിൽക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് പോകണം, എനിക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. വാഗീലച്ഛനെ കുറിച്ച് ഷോർട്ടായി അദ്ദേഹം പറയുകയായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു ഇവരുടെ പുണ്യാളച്ചൻ. അങ്ങനെ ശരീരം ക്ഷീണിച്ചത് കൊണ്ടാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്നും മൂത്തേടം പള്ളിയിലേക്ക് സ്ഥലം മാറ്റം കൊടുത്തത്. അങ്ങനെ മൂത്തേടം പള്ളി വികാരിയായിരിക്കുമ്പോൾ കുരിശിപ്പള്ളി ഇടവക പ്രമാണികൾ കപ്പ, നേന്ത്രക്കായ ഇതൊക്കെ അച്ഛന് സമ്മാനിച്ച് പോകുമത്രേ. അച്ഛൻ ഇതെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയെന്നാണ് പറയുന്നത്. വാഗീലച്ഛനെ കുറിച്ച് ഇവരെല്ലാവരും ഞങ്ങളോട് പറയുകയാണ്. വീട്ടിലേക്കുള്ള ക്ഷണം കൂടിയാണ് ഇതിനിടയിൽ. വാഗീലച്ഛൻ സാധാരണ പരുക്കൻ വെള്ളവസ്ത്രമാണെന്ന് ധരിക്കാറുള്ളത്. അതുപോലെ എല്ലാ വൈദികരും കഴുത്തു മുതൽ കണ്ണക്കാൽ വരെ കുടുക്കുള്ള അന്തസ്സുള്ള ലോഹയല്ലേ ധരിക്കുക. പക്ഷെ വാഗീലച്ഛൻ 3 ബട്ടൺ മാത്രമുള്ള ലളിത വസ്ത്രമാണത്രേ ധരിച്ചിരുന്നത്. ഇവിടെ വന്നിട്ടും അതിന് മാറ്റമൊന്നും വന്നില്ല എന്ന്. അതുകൊണ്ട് ഇങ്ങനെ ലോഹ ധരിച്ച് നടക്കുന്ന ഈ യുവവൈദ്യനെ കാണുമ്പോൾ ഒരു രസമില്ലാത്ത ഒരവസ്ഥയായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. ഒരു അരസികൻ. വസ്ത്രധാരണത്തിന് മാത്രമല്ലത്രേ, പെരുമാറ്റത്തിലും സംഭാഷണത്തിലും ഒക്കെ മിഷൻ ചൈതന്യം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഒരു മിഷനറി. പിന്നെ കുറേ കഴിഞ്ഞ് അച്ഛനെ പരിചയപ്പെട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അച്ഛൻ ആരാണ് എന്നത്. ഈ അച്ഛൻ്റെ ശരീരം വിശ്രമിക്കുന്നത് ഇവിടെയല്ല, സിമിത്തേരി കപ്പേളയിലാണ്. സിമിത്തേരി കപ്പേളയിലാണ് അച്ഛൻ്റെ ശരീരം വിശ്രമിക്കുന്നത്. അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഒരു ആളെ ഏൽപ്പിച്ചു തന്നു. അതാണ് അതിലും വലിയ ഒരു സന്തോഷം. ഇത് മേരി മഗ്ദലനയുടെ പള്ളി. ഈ പള്ളിയിലാണല്ലോ യഥാർത്ഥ അനുതാപം നടക്കുക. ഇതാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായി തന്ന മാലാഖ. ഈ സഹോദരി ഈ സെമിത്തേരി പള്ളിയിൽ ഇരിപ്പാണ്. സെമിത്തേരി കപ്പേളയുടെ ചുമതലയുള്ള ആളാണ് ജെസ്സി മാർട്ടിൻ. അവരാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയതും അച്ഛനെക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതും. ഞങ്ങളവരെ മാലാഖയാണ് എന്ന് പറഞ്ഞു. വഴികാട്ടിയായ റഫായേൽ മാലാഖയുടെ പ്രതീകം. ഇവർ തന്നെ ഞങ്ങളെ മറ്റൊരു പള്ളിയിലേക്കും കൊണ്ടുപോയി. അതുപോലെ പിന്നീട് ഞാൻ മാടാവനയിൽ അത്ഭുതം നടന്ന ആ സ്ഥലമുണ്ടല്ലോ, കൊച്ചു പെൺകുട്ടിക്ക് ഈശോയുടെ തിരുശരീ രക്തങ്ങൾ നാവിൽ, ആ സ്ഥലത്തേക്കും ഒന്ന് പോയി. അപ്പോൾ വാഗീലച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് 100 നാവാണ് കേട്ടോ. എന്തൊരു തിടുക്കമാണെന്നോ ഈ വാഗീലച്ഛൻ്റെ സെമിത്തേരി പള്ളിയിലേക്ക് പോകാൻ. കാരണം ഇവർ രാത്രി പകൽ അവിടെ തന്നെയാണ്. രാത്രിയാകുമ്പോഴാണ് വീട്ടിലേക്ക് പോവുക എന്ന്. ഈ സിസ്റ്ററും ഇവിടുത്തെ ഈ പള്ളിയിലെ ചാർജ് വഹിക്കുന്ന സിസ്റ്ററാണ്. ഇന്നത്തെ ആ പരിപാടി കാരണം എല്ലാവരും എൻഗേജ്ഡ് ആയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം സംസാരിക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ വാഗീലച്ഛൻ തന്നെയാണ് സംസാര വിഷയം. അച്ഛനാണത്രേ ഈ പള്ളിയൊക്കെ പുനരുദ്ധാരണം നടത്തിയത്.
പിന്നെ അതിനുശേഷം വെള്ളപ്പൊക്കം വന്നതും എല്ലാം ഒലിച്ചു പോയതും അവസാനം വെള്ളം പൊങ്ങി അച്ഛൻ അവിടെ നിന്ന് സങ്കടത്തോടുകൂടെ വഞ്ചിയിൽ കയറി പോകുന്നതും, പക്ഷേ പിന്നെ മടങ്ങി വന്നപ്പോൾ വലിയ കേടുപാടുകളൊന്നും ഉണ്ടായില്ല എന്നും, അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ചരിത്രം മുഴുവൻ പറയാൻ നിന്നാൽ നമുക്കിതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഇത് മേരി മഗ്ദലന ചർച്ചാണ് കേട്ടോ, മൂത്തയിടത്തെ. ഞങ്ങൾക്കവിടെ ചെന്നപ്പോൾ ഒരു നല്ലൊരു അനുഭവം. കാരണം ഞാൻ ഓർക്കുകയായിരുന്നു, എന്ത് വലിയ പാപിയായിരുന്നു, എത്ര വലിയ പാപിയായിരുന്നു. എന്നിട്ടോ ഏറ്റവും അധികം ഈശോയെ സ്നേഹിക്കുന്നവൾ അങ്ങനെയല്ലേ മാറ്റമുണ്ടായത്. ഞാൻ പറയുകയായിരുന്നു, ഇവർ ശരീരം കൊണ്ടാണ് മഗ്ദലന മേരി പാപം ചെയ്തെങ്കിൽ നമ്മുടെ ഹൃദയമാണ് ഏറ്റവും മോശം. അവിടെ നിന്ന് ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു വിശുദ്ധ മഗ്ദലന മേരിയോട്, നിൻ്റേതുപോലെ ഈശോയെ സ്നേഹിക്കാൻ. മരണം വരെ കൂട്ടുണ്ടായത്, പരിശുദ്ധ അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഈ മേരി മഗ്ദലനയല്ലേ. അങ്ങനെയായാൽ മതി. മനുഷ്യരായാൽ പാപത്തിലൊക്കെ വീണു പോകുമല്ലോ. പക്ഷെ എഴുന്നേൽക്കാനുള്ളൊരു കൃപ, ആ എഴുന്നേൽക്കുമ്പോൾ വീണപ്പോഴുണ്ടായ എല്ലാം അവിടെ ഊരിയിട്ട് പുതിയ ഒരു വസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ച് എഴുന്നേൽക്കാനുള്ള കൃപ, അതിനായിട്ട് വിശുദ്ധ മേരി മഗ്ദലനയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കിട്ടുമായിരിക്കും എപ്പോഴെങ്കിലും ആ കൃപ. അതിനല്ലേ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സുന്ദരിയായ ആഭരണ വിഭൂഷിതയായ മഗ്ദലന മേരി, മഗ്ദലന മേരിയുടെ ആദ്യത്തെ പ്രതീകമായിരിക്കും ഇത്. എല്ലാ മനുഷ്യരെയും അട്രാക്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രത, പിന്നീട് സ്വർഗത്തിൻ്റെ മണവാളനായ ഈശോയെ അട്രാക്റ്റ് ചെയ്യാൻ സകലതും ഉപേക്ഷിച്ചവർ. അതാണ് മേരി മഗ്ദലന. ഭാഗൈരച്ചൻ്റെ വലിയ ഫോട്ടോ ഇവിടെയുണ്ട്. ഒരു ദിവ്യ ചൈതന്യം തുടിക്കുന്ന ഒരു മുഖം. നല്ല ഒരു അനുഭവമായിരുന്നു മഗ്ദലന മേരിയുടെ ആ പള്ളിയിൽ ചെന്നപ്പോൾ. ഈ വാഗേലച്ചനൊരു സ്വഭാവമുണ്ടായിരുന്നു കേട്ടോ. വിശുദ്ധി എന്ന പുണ്യം വളരെ കർശനമായിട്ട് പാലിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതുപോലെ അച്ഛന് കറിയും മറ്റു മധുരപലഹാരങ്ങളും കൊണ്ടുവരുന്ന കുറേ സൗമന്യസ്നികളുണ്ട്. അച്ഛൻ അവരെയൊക്കെ മടക്കി അയക്കും അത്രേ. ഈ പതിവേ വേണ്ടെന്ന് പറഞ്ഞു. പണ്ടത്തെ ആളുകൾക്കൊക്കെ എത്ര ചിട്ടയാണ് അവരുടെ ജീവിതമല്ലേ. അത് കാരണം പലരും അച്ഛനോട് വഴക്കായി എന്നാണ് പറയുന്നത്. അച്ഛൻ അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അച്ഛനെപ്പോഴും വിശുദ്ധിക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നൊരു പുണ്യ പുരോഹിതനാണ്. അതുപോലെ തന്നെ വലിയ ബിരുദധാരികളും ഒക്കെ അച്ഛൻ്റെ അടുത്തേക്ക് സംസാരത്തിന് വരും. അങ്ങനെ ഒരിക്കലൊരു വലിയ ഉദ്യോഗസ്ഥൻ പുതുമണവാട്ടിയുമായിട്ട് അച്ഛനെ കാണാൻ വന്നത്രേ. അച്ഛൻ സന്ദർശന മുറിയിൽ വെച്ച് അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി അവരെ പറഞ്ഞു വിട്ട് അച്ഛൻ ഉച്ചഭക്ഷണത്തിന് അച്ഛൻ്റെ മേശയിൽ പോയിരുന്നു. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, പക്ഷെ വേറെ മേശയിലാണ് കൊടുത്തത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു ആശ്വാസം. കാരണം അത്രമാത്രം ലോകത്തിൻ്റെ ബന്ധങ്ങളെ വെറുക്കുന്ന ഒരു മനുഷ്യൻ ഇനി ആ പേരും പറഞ്ഞ് ബന്ധങ്ങളൊന്നും ഉണ്ടാകണ്ട എന്നായിരിക്കും. നന്നായി. അതുകൊണ്ടിപ്പോൾ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറിപ്പോകാനുള്ള കൃപ കിട്ടി. അങ്ങനെ ആ മണവാട്ടിക്ക് അത് ഭയങ്കര വിഷമമായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും വാഗയിലച്ഛൻ ഇപ്പോൾ ഒരു വിശുദ്ധൻ തന്നെയാണ്. അടുത്ത് തന്നെ അച്ഛനെ ധന്യപദവിയിലേക്കും വിശുദ്ധ പദവിയിലേക്കൊക്കെ ഉയർത്തുമായിരിക്കും. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പാപികൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും? പക്ഷേ പാപികളെ തേടി വന്നതല്ലേ ഈശോ. നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. മഗ്ദലന മേരിയെ വിശുദ്ധയാക്കാമെങ്കിൽ നമ്മെയും കർത്താവ് വിശുദ്ധരാക്കും. പക്ഷേ അനുതാപം വേണം. മാത്രമല്ല, ചെയ്തു പോയ തെറ്റ്, അനുദപിച്ച തെറ്റ്, വേണ്ട എന്ന് വെച്ച തെറ്റ് പിന്നെ ആവർത്തിക്കാൻ പാടില്ല.
നമുക്കങ്ങനെ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മളും മഗ്ദലന മേരിയും തമ്മിൽ വ്യത്യാസം. ഞാനും ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ നിർമ്മലത ലഭിക്കാൻ. പെട്ടെന്ന് വരുന്ന ദേഷ്യവും ചതിയും വഞ്ചനയും ഓർക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ. ഞങ്ങൾ രണ്ടുപേരും തീർത്ഥാടനത്തിലാണെന്നേ. ഇനിയിപ്പോൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ കാണുന്നത് ഈശോയോടൊപ്പമുള്ള ഒരു യാത്രയും ഈശോയോടൊപ്പമുള്ളൊരു വാസവുമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തീർത്ഥയാത്രയാണ്. ഇതാണ് ദേവദാസൻ ജോർജ് വാഗേലച്ഛൻ്റെ സെമിത്തേരി കപ്പേള. അച്ഛൻ ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത്. ഇതാണ് സെമിത്തേരി. ഒരു വിശുദ്ധൻ്റെ ശരീരം വിശ്രമിക്കുന്ന സ്ഥലമാണിത് കേട്ടോ. വലിയ അനുഭവങ്ങളായിരുന്നു ഇവിടെ, വലിയ അനുഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. എന്തായാലും ഈ മാലാക കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സെമിത്തേരി പുതുക്കി പണിയുന്നതും സ്ഥലം വാങ്ങിയതും വാഗേലച്ഛൻ്റെ കുറേ പരിശ്രമങ്ങളും കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇവരൊക്കെ പുണ്യാളച്ചൻ എന്ന് പറയുമ്പോൾ കൊതിയാകും. അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക വാഗേലച്ഛൻ. കുറേ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. പണിതപ്പോൾ കുറച്ച് ഭാഗം ഇപ്പം നമ്മൾ അങ്ങോട്ട് എല്ലാം പൊളിച്ചു. അപ്പോഴത്തേനും മഴ കാരണം ബാക്കിയുള്ളത് പൊളിക്കൽ നടന്നില്ല. അവർക്കുള്ളത് പണിത് കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക് ഈ കളർ വാങ്ങിയിട്ടുള്ളത്? കുടുംബ കളർ വാങ്ങിയിട്ടുള്ളത് അത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ പൊളിച്ച് സാധാരണ അതുപോലെ തന്നെ ഒരേപോലെ നമ്മുടെ ഉള്ളൊരു പള്ളി ഞങ്ങളുടെ. അപ്പൊ നമ്മള് ഇവിടെ ഒരു വീടും ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടുകാരും കുറെ വർഷമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് ആ സ്ഥലവും കൂടി പള്ളിക്ക് തരുന്നു. പക്ഷെ അത് അച്ഛനാളുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ തന്നു. അവർക്ക് വേറെ വീട് സ്ഥലവും നമ്മൾ ഇവിടെ തന്നെ അടുത്ത് തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അച്ഛനാളുടെ ഓഫീസാക്കി അതിന് മാറ്റാൻ വേണ്ടി പണിതാണ്. പേര് പറഞ്ഞു തന്നോട്? എൻ്റെ പേര് ജെസ്സി മാർട്ടിൻ. അപ്പൊ ആള് നമ്മളിവിടെ തന്നെ എപ്പോഴും. വീട് അടുത്താണോ? വീട് അടുത്തായിരുന്നു. ഇപ്പൊ ഞങ്ങളത് വിറ്റിട്ട് ഇച്ചിരി ദൂരം, ഇച്ചിരി താമസം. പക്ഷെ എന്നാലും എവിടെയാണെങ്കിലും ഇവിടെ ഈ ഇടവകയിൽ തന്നെ തങ്ങാൻ അച്ഛനാളുടെ അനുഗ്രഹിച്ചു. അപ്പോൾ വാഗേലച്ഛൻ്റെ ബോഡി ഇവിടെയായിരുന്നു ആദ്യം? അവിടെ തന്നെയായിരുന്നു ആദ്യമേ? അന്ന് ഇത് കുഞ്ചൊരു കപ്പേളയായിരുന്നു, സിമിത്തേരി കപ്പേളയായിരുന്നു. അന്ന് അതിൻ്റെ ഉള്ളിലായിരുന്നു അച്ഛനാളുടെ ബോഡി. 2000-ലാണ് അത് പൊളിച്ച് വലുതാക്കി പണിത്. അപ്പോഴും അവിടെ അനക്കേട്ടില്ല, ഒന്നും അനക്കേട്ടില്ല. അത് നിർത്തിക്കൊണ്ട് പള്ളി വലുതാക്കി. അപ്പോൾ ദേവദാസനാവണേക്കാൾ മുമ്പ് ബോഡി എടുക്കുക അങ്ങനെ തുറക്കുക, അത് ധന്യ പദവിക്ക് മുമ്പാണ് ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ സംസാരം നിങ്ങൾക്ക് കേൾപ്പിച്ചത് ഇത്രയും നേരത്തിനുള്ളിൽ 5 തവണ പുണ്യാളച്ചനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആരോട് നമ്മൾ സംസാരിച്ചാലും ഇങ്ങനെ തന്നെയേ കാണുള്ളൂ. അച്ഛൻ പുണ്യാളൻ, പുണ്യാളച്ചൻ, അച്ഛൻ പുണ്യാളൻ, പുണ്യാളച്ചൻ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. വാഗേലച്ഛൻ, ജോർജ് വാഗേലച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ സെമിത്തേരി കപ്പേള. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ. ധാരാളം ആളുകൾ ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകുന്നുണ്ട്. കുറേയധികം അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത്ഭുതങ്ങളെല്ലാം വിവരിക്കാൻ തുടങ്ങിയാൽ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട വരില്ല. അത്രയും അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എങ്കിലും അതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു അത്ഭുതമാണ് ഈ മൂത്തേടം ഇടവകയിൽ നടുവിലെ വീട്ടിൽ ചാണ്ടി തൊമ്മൻ എന്ന ഒരു അറക്കൽ തൊഴിലാളിക്ക് സംഭവിച്ച അനുഗ്രഹം. ഈ തൊഴിലാളി കുറേ കാലങ്ങളായി നാട്ടിലെങ്ങും തൊഴിൽ കിട്ടാതെ വലയുകയായിരുന്നു. അങ്ങനെ സഹോദരിയുടെ ഇടക്കൊച്ചിയിലുള്ള ഗൃഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് കൊച്ചി പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നന്വേഷിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. ഒരു ദിവസം കുമ്പളം കടവിൽ അടക്കാറായപ്പോൾ ഒരു മാന്യൻ ഈ തൊഴിലാളിയുമായി കുശലപ്രശ്നം തുടങ്ങി. ജോലിയില്ലാതെ ഉഴലുന്ന ഒരു സാധുവാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് നല്ലൊരു ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തൊമ്മനെ ബോട്ടിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു എസ്റ്റേറ്റിലേക്കാണ് കൊണ്ടുപോയത്. എസ്റ്റേറ്റിലെ ഒരു മുറിയിലിട്ട് പൂട്ടി താക്കോലുമായി പ്രമാണി സ്ഥലം വിട്ടു. ഭക്ഷണവും വെള്ളവും മാത്രം ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരുന്നു.
ജയിൽ ജീവിതത്തേക്കാൾ കഷ്ടപ്പെട്ടൊരു ജീവിതം നയിക്കേണ്ടി വന്നതിനാൽ ആ സാധു മാനസികമായി വല്ലാതെ വിഷമിച്ചു. രക്ഷപ്പെടാൻ മാർഗമൊന്നും കാണാതെ കരഞ്ഞും പ്രാർത്ഥിച്ചും വാകയിലച്ഛൻ്റെ മാധ്യസ്ഥം തേടിയും ദിവസങ്ങൾ നീക്കി. ഒരു രാത്രിയിൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. വാകയിലച്ഛൻ വന്ന് തന്നെ തട്ടി ഉണർത്തിയെന്നും ഉടനെ പുറപ്പെട്ടില്ലെങ്കിൽ ജീവൻ കിട്ടുകയില്ലെന്നും പറഞ്ഞു. പൂട്ടിയിട്ടിരുന്ന വാതിൽ തുറന്നു കിടന്നിരിക്കുന്നു. അത് കണ്ട് സന്തോഷിച്ച് പുറത്തു കടന്നു. കാട്ടിൽ വഴിയൊന്നും നിശ്ചയമില്ലാതിരുന്ന ആ തൊഴിലാളി അച്ഛൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്ന് സൂര്യോദയത്തോടു കൂടി ഒരു നാട്ടുവഴിയിലെത്തി. പലരോടും യാചിച്ചും വഴി ചോദിച്ചറിഞ്ഞും ഒരു വിധത്തിൽ നാട്ടിലെത്തിച്ചേർന്നു. വീട്ടുപടിക്കലെത്തിയിട്ടും അവിടെ കയറി മാതാപിതാക്കന്മാരെ പോലും കാണാതെ വാകയിലച്ഛൻ്റെ കുഴിമാടത്തിലെത്തി വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചു. തനിക്ക് പറ്റിയ അപകടം എല്ലാവരോടും പറയുകയും വാകയിലച്ഛന് നന്ദി പറയുകയും ചെയ്തു. ഈ സംഭവം നാടാകെ പരന്നു. അന്ന് അച്ഛൻ പുണ്യാളനാണ് തന്നെ രക്ഷിച്ചതെന്ന് പരസ്യമായി പറഞ്ഞത് മൂലമാണ് ഈ പേരിന് പ്രചാരമുണ്ടായതത്രേ. പ്രിയ കൂട്ടുകാരെ, ഇത് ഒരു അത്ഭുതം മാത്രമാണ് കേട്ടോ. അനേകം അത്ഭുതങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അച്ഛൻ പുണ്യാളൻ എന്ന് ഇവിടെ പറയുന്നവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും. എന്തുമാത്രമാണ് ഈ വാകയിലച്ഛൻ ഇവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇത് തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് പറഞ്ഞല്ലോ. അനേകം മക്കൾ വന്ന് വാകയിലച്ഛൻ്റെ ഈ കബറിടം സന്ദർശിക്കുന്നു, അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്നു. അച്ഛൻ ഉപയോഗിച്ച അലമാരയും അച്ഛൻ ഉപയോഗിച്ച കസേരയും അങ്ങനെയുള്ള പൂജ്യ വസ്തുക്കൾ, ഒരു മുണ്ടും പെട്ടിയുമൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇതുപോലൊരു മുണ്ടും പെട്ടി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. പണ്ട് കാലത്തെ അമ്മൂമ്മയുടെ മുണ്ടും പെട്ടി. ഇതാണ് അച്ഛനിരുന്ന കസേര, എപ്പോഴും ഇരിക്കുന്ന കസേര. അതിൻ്റെ കാലുകളും കൈകളൊക്കെ ഇളകിയാടുന്നുണ്ട്. അത് തിരിയുന്ന ഒരു കസേരയാണെന്ന് തോന്നുന്നു. പുണ്യപ്പെട്ട ആത്മാക്കൾ വർഷങ്ങളോളം ഇരുന്ന കസേരയല്ലേ, അതിനും ഒരു അനുഗ്രഹം കിട്ടും. ഇത് അച്ഛൻ ഉപയോഗിച്ച കബോർഡാണ്. അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ വീടുകളിൽ കാണാൻ കഴിയും ഇങ്ങനത്തെ അലമാരികളും കസേരകളും മുണ്ടും പെട്ടിയും ഒക്കെ. ഈ മുണ്ടും പെട്ടി കണ്ട ഉടനെ ഞാനിങ്ങനെ എൻ്റെ ഓർമ്മ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ പെട്ടിയുമേ ആണ് ചെന്ന് നിന്നത്. എൻ്റെ അമ്മയുടെ, അതിൻ്റെയും അമ്മ കൊടുത്തതാണ് ആ മുണ്ടും പെട്ടി. ഇതുപോലെ തന്നെ ഒരു കാര്യം അപ്പോൾ മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെയാണ് പണ്ട് തുണികൾ സൂക്ഷിച്ചിരുന്നതെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക അനുഭവം. ഈ വിശുദ്ധ ജീവിതം കണ്ടിട്ട് പ്രാർത്ഥിച്ചു പോയി, ദൈവമേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ. കാലിൻ്റെ ഉൾത്തുടകളിൽ ഉണ്ടായ ഒരു വ്രണം, 2 വ്രണങ്ങൾ മൂടി വെച്ച് അത് സഹിച്ചാണ് അവസാനം ഇത് മരണത്തിൽ കലാശിച്ചത്. തന്നെയുമല്ല, അച്ഛന് തൻ്റെ ആരോഗ്യത്തിൽ അമിത വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഈ സുന്ദരമായ പുഷ്പം ഈ ലോകത്തിരിക്കണ്ട എന്ന് വിചാരിച്ചു. നമുക്കെല്ലാം മാധ്യസ്ഥം വഹിക്കാനായി വാകയിലച്ഛൻ മൂത്തേടത്തുണ്ട് കേട്ടോ. പോയി സന്ദർശിക്കാം. ഒരു പ്രത്യേകത, നവംബർ 4-നാണ് അദ്ദേഹം മരിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനം കൂടിയായിരിക്കും. ധന്യ പദവിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം വാകയിലച്ഛനോട്. വാകയിലച്ഛൻ ദൈവദാസൻ വാകയിലച്ഛന് വഴി സമർപ്പിക്കുന്നൊരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്നേഹപിതാവായ ദൈവമേ, തകർന്ന ഹൃദയത്തോടെ അങ്ങയിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിതീക്ഷ്ണമായ ദൈവഭക്തിയോടും നിർമ്മലമായ മനസ്സാക്ഷിയോടും കൂടി വിശുദ്ധ ജീവിതം നയിച്ച ദൈവദാസൻ വാകയിലച്ഛനെ പോലെ ഹൃദയ നൈർമല്യത്തോടെ വ്യാപരിക്കാനും അടിയുറച്ച വിശ്വാസ ജീവിതം നയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ പരിപാലനത്തിന് സമർപ്പിക്കുന്നു. വേദനകളിൽ ആശ്വാസവും രോഗങ്ങളിൽ സൗഖ്യവും നൈരാശ്യത്തിൽ പ്രത്യാശയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആവശ്യവും നന്മകളും ദേവദാസൻ വാകയിലച്ഛൻ വഴി
സമർപ്പിക്കുന്നു. ജീവിതം മുഴുവൻ ദൈവമഹത്വത്തിനും മാനവക്ഷേമത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച ദേവദാസൻ വഴി അങ്ങേ തിരുക്കുമ്മനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി നമുക്ക് ഈ കബറിടം നോക്കി ചൊല്ലാം. വാകയിലച്ചൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. തീർച്ചയാണ്. വാകയിലച്ചൻ്റെ മരണദിവസം കുറച്ചാളുകൾ കൂടി വന്ന് കാണാനുണ്ടായിരുന്നത് കൊണ്ട് അച്ഛൻ്റെ ശരീരം ഇവിടെ ഇങ്ങനെ കല്ലറയിൽ തുറന്നു വെച്ചു അത്രേ. കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിച്ച ആളുകൾ പിരിയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ന് രാത്രി മുഴുവൻ മെഴുകുതിരി കത്തിച്ച് ജനങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. ആ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥന ഇന്നും തുടരുകയാണ്. ഇവിടെ പള്ളിയുടെ വികസന ഫണ്ടിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് പിരിവൊക്കെ എടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ താഴെ ഒരു പാട്ടയും പള്ളിപ്പടിക്കുള്ള കുരിശിൻ ചുവട്ടിൽ ഞായറാഴ്ച തോറും സ്ഥാപിക്കുക പതിവായിരുന്നു. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു വ്യക്തി ഒരിക്കൽ ചോദിച്ചു, ഇതൊക്കെ ഒരു വക ചൂഷണമല്ലേ ഈ അച്ഛൻ്റെ ഫോട്ടോയും വെച്ച് പണപ്പിരിവ് നടത്തുന്നത് എന്ന്. അങ്ങനെ ഒരു വ്യക്തി ഒരഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് ബാധകമല്ല. അവർ തന്നാലാവുന്നത് ആ പെട്ടിയിൽ കാഴ്ചവെച്ചു. അങ്ങനെയുള്ള പൈസ എടുത്തിട്ടാണ് ദേവാലയം പുതുക്കി പണിതത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞ അതേ വ്യക്തി വാകയിലച്ചൻ്റെ കുഴിമാടത്തിൽ കണ്ണുനീരോടെ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും കാണാറായി. അദ്ദേഹത്തിനെ ബാധിച്ച ഒരു വലിയ രോഗത്തിൽ നിന്നും വിമുക്തി നേടുന്നതിനും തുടർന്ന് നടത്തേണ്ടി വരുന്ന ഓപ്പറേഷൻ വിജയകരമായി തീരുന്നതിനു വേണ്ടിയായിരുന്നു ആ കുഴിമാട സന്ദർശനവും പ്രാർത്ഥനയുമെല്ലാം. വാകയിലച്ചൻ്റെ നാമധേയം ചൂഷണവിധേയമാക്കി എന്ന് ആരോപിച്ച അതേ വ്യക്തി തന്നെയാണ് വാകയിലച്ചൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് കാണാറായത്. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് അനുഭവങ്ങൾ ഈ വാകയിലച്ചന് വഴി നടന്നതായിട്ട് നമുക്ക് ജീവചരിത്രം വായിക്കുമ്പോൾ അറിയാം. എന്തുമാത്രം അത്ഭുതങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. വേഷം മാറി വന്ന് മനുഷ്യരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന വാകയിലച്ചൻ, മരണത്തിൻ്റെ കുടുക്കുകളിൽ നിന്നും രക്ഷിക്കുന്ന വാകയിലച്ചൻ. കാരണം അച്ഛന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ മാധ്യസ്ഥം വഹിച്ച് രക്ഷിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. എന്താണെന്നും അവരുടെ പുണ്യാളച്ചനാണിത്. അച്ഛൻ പുണ്യാളൻ. കൊച്ചുകുട്ടി മുതൽ പ്രായമായവരോട് വരെ സംസാരിക്കുമ്പോൾ ഒരു സെൻറ്റൻസിലൊരു 4 പ്രാവശ്യമെങ്കിലും അച്ഛൻ പുണ്യാളൻ, അച്ഛൻ പുണ്യാളൻ, അച്ഛൻ പുണ്യാളൻ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഇവരുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുക ഈ അച്ഛൻ പുണ്യാളൻ. ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ പുണ്യാളനോട്. ഞങ്ങളുടെയും പ്രാർത്ഥന അച്ഛൻ പുണ്യാളം കേൾക്കും. ഓരോ വിശുദ്ധ ജീവിതങ്ങൾ, അവരെ തേടിയുള്ള യാത്രയാണ് എൻ്റേത്. ഈ വിശുദ്ധ ജീവിതങ്ങളുടെ ഒരു സുഹൃതമെങ്കിലും എൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതാണ് ഒരേ ഒരു പ്രാർത്ഥന. ഭൗതികമായ യാതൊരു നിയോഗങ്ങളും ഇല്ല. നിത്യതയിലേക്ക് വേഗം എത്തിച്ചേരുമ്പോൾ അവിടെ പരിശുദ്ധ തൃത്വത്തെ കാണാനുള്ള മാർഗം പറഞ്ഞു തരുന്ന, ജീവിച്ച് കാണിച്ചു തരുന്ന ജീവിതങ്ങളാണ് ഇവരെല്ലാം. നമുക്കും ഈ പുണ്യാളച്ചനോട്, അച്ഛൻ പുണ്യാളനോട് പ്രാർത്ഥിക്കാം. ആമേൻ.